ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 5 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഞാനും അമ്മയും കൂടെ ചേർന്ന് നമ്മളൊരു ടൂർ പോയാണ്. കുഞ്ഞു ടൂർ, വലിയ ദൂരെയൊന്നും അല്ല പോകുന്നത്, കുഞ്ഞു ടൂറാണ്. അപ്പോൾ സ്ഥലങ്ങളൊക്കെ എവിടെയെന്നുള്ള കാര്യങ്ങൾ പോകുന്നുള്ള സമയത്ത് പോകെ പറഞ്ഞുതരാം. അപ്പോൾ കാണാം. അതെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ടൂർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞാൻ ഈ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ വ്ളോഗിൽ ഞാൻ ശിശു ആയിരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ നന്നായിട്ട് എടുക്കും എന്നല്ല പറഞ്ഞത്, ഒരു പൊടിക്ക് ഒരല്പം കൂടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ എടുക്കാൻ സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വ്ളോഗിലോട്ട് കിടക്കാം. അപ്പോൾ രാവിലെ 6:15 ആകുമ്പോൾ ബസ് വരുമെന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മ ഒരു ആശാ വർക്കറാണ്. അപ്പോൾ അമ്മയുടെ കൂടെ അവിടെ ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫ് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഈ ടൂർ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കാര്യമില്ലാതെ ഞാൻ നുഴഞ്ഞു കയറിയതാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും സുഖം ഉറക്കാനായിട്ട്, കാരണം രാവിലെ എല്ലാവരും 5 മണിക്ക് ഇറങ്ങിയവരുണ്ട്, 5:30 ഇറങ്ങിയവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സുഖം ഉറക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം എല്ലാവരും ആക്റ്റീവ് ആവാനായിട്ട് തുടങ്ങി. ഫസ്റ്റ് പണിയിട്ടത് എനിക്കും അമ്മയ്ക്കുമായിരുന്നു. ഞങ്ങളുടെ ഒരു പാട്ടായിരുന്നു. സിസ്റ്റർ ഒരു സകലകല വല്ലഭയാണ് കേട്ടോ. നല്ല രസമായിട്ട് പാട്ട് പാടുകയും ചെയ്യും, അതുപോലെ തന്നെ കിഡിലായിട്ട് ഡാൻസ് കളിക്കുകയും ചെയ്യും. അതുപോലെ എവിടെയെങ്കിലും ടൂർ പോകുമ്പോൾ ബസ്സിൽ കയറിയുള്ള എനിക്കുണ്ടാകുന്ന മെയിൻ പ്രശ്നമാണ്, ഒന്നെങ്കിൽ തല കറക്കം വരും, അല്ലെങ്കിൽ തലവേദനയായിരിക്കും, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഛർദ്ദിക്കാൻ വരും. ഇത് മൂന്നിൽ ഏതെങ്കിലും ഒന്ന് കൺഫേം ആയിട്ട് വന്നിരിക്കും. അങ്ങനെ എല്ലാവരും ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ കുറേ നേരങ്ങൾക്ക് ശേഷം നമ്മൾ ഫസ്റ്റത്തെ സ്ഥലം എത്തി. ഈ നമ്മുടെ ഫസ്റ്റത്തെ സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട് കാണാനായിട്ട്, അടിപൊളി നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമായിരുന്നു. ഇതാണ് നമ്മുടെ സ്ഥലം, അതായത് നമ്മുടെ കന്യാകുമാരിക്ക് അടുത്തുള്ള തൊട്ടിൽ പാലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. തൊട്ടിൽ പാലത്ത്. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല, ഇനി വേണം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ് അവിടെ എന്താണ് സംഭവം എന്നുള്ളത് നോക്കിയിട്ട് ടിക്കറ്റും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഗേറ്റിൻ്റെ സൈഡിലായിട്ട് നിറയെ കടകൾ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു കടകളുണ്ടല്ലോ, ഇവിടെ ഈ മാങ്ങകൾ കരിഞ്ഞ് ഉപ്പും മുളകൊക്കെ ഇട്ട് വെക്കൂലേ, അങ്ങനെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പൈനാപ്പിളും ഉപ്പും മുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നെല്ലിക്ക ഉപ്പിലിട്ടതുണ്ടായിരുന്നു. കൊതി വന്നെന്ന് പറഞ്ഞാൽ കൊതി വന്നു. അങ്ങനെ നമ്മൾ ഒരെണ്ണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു കഴിച്ചു കേട്ടോ. പൈനാപ്പിൾ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ പൊന്നു ഗൈസ്, മധുരം എന്ന് പറഞ്ഞ സാധനം അയൽപക്കത്ത് പോലും പോയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ നേരെ കൈ കഴുകിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് വന്നു ഗൈസ്. അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ, അടിപൊളി, ഒരു രക്ഷയില്ല. സാമ്പാറും ഇഡലിയും അതുപോലെ തന്നെ വടയും ചമ്മന്തിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ, ഒരു രക്ഷയില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ നല്ല കുറുകുറാന്നിരിക്കുന്ന സാമ്പാർ. വായിൽ വെള്ളം വരുന്നത് ഗൈസ്. ഫുഡെല്ലാം കഴിച്ച ശേഷം നമ്മൾ നേരെ തൊട്ടിൽ പാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഗൈസ്. നമ്മുടെ പ്രവേശന കവാടം കഴിഞ്ഞ് നമ്മൾ നേരെ പോവുകയാണ്. ഒരു സൈഡിൽ ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്, ഒരു സൈഡിൽ നടക്കാനായിട്ടുള്ള ഒരാൾക്ക് നടന്നു പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. കയറിയപ്പോൾ തന്നെ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുഖത്ത് നല്ല മാട്ട വെയിൽ അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള തൊട്ടിൽപ്പാലമാണ്. പിന്നെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. തൊട്ടിൽപ്പാലം കാണാനായിട്ട് ഒരുപാട് സ്കൂൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഈ തൊട്ടിൽ പാലത്തിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോൾ ഒരുപാട് പേരിങ്ങനെ തിരിച്ച് നടന്നു പോകുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നു ഇവരൊക്കെ ഇനി എവിടെ പോകാനാണോ എന്തോ എന്നിങ്ങനെ വിചാരിച്ചതാണ്. പക്ഷെ പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. ഈ തൊട്ടിൽ പാലത്തിലൂടെ വന്നിട്ട് അവിടെ നിന്ന് നേരെ കറങ്ങി പോകുന്നത് അവർ പോയ അതേ വഴി കൂടെയാണ്. പക്ഷെ ഞാൻ കരുതി വേറെ വഴി കാണുമെന്നാണ്. ഈ പടി നേരെ ഇറങ്ങി നമ്മൾ ഈ ഒരു സംഭവത്തിൽ കൂടെ നേരെ താഴെ ഇറങ്ങുമ്പോഴത്തേക്കും വലത് സൈഡ് പാർക്കാണ്. നമ്മൾ കുറച്ച് നേരം അവിടെ പാർക്കിലൊക്കെ നിന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ അങ്ങോട്ട് ഒന്നൊന്നാന്തര കയറ്റമായിരുന്നു ഗൈസ്. എൻ്റെ ദൈവം, ഈ ശബരിമലയിൽ ഇത്രയും പടി ഉണ്ടാകുന്ന സംശയം. കാരണം എന്ന് വെച്ചാൽ അമ്മാതിരി കയറ്റമായിരുന്നു. പിന്നെ നമ്മൾ കഴിച്ച ഫുഡെല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ ദഹിച്ചു പോയിട്ടോ. സത്യമായിട്ട് നമ്മൾ കയറിയിട്ട് പടി തീരുന്നുമില്ല. ലാസ്റ്റ് അങ്ങനെയൊക്കെ കയറി തീർത്തിട്ട് ഒരു സൈഡിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നേരം നമ്മൾ ഇരിക്കുകയായിരുന്നു. അത്രയ്ക്ക് നമ്മൾ തളർന്നു പോയി. ഈ വീഡിയോയിൽ നിങ്ങൾ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമേ കാണുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ എടുത്ത വീഡിയോ എല്ലാം ഭയങ്കര ഷേക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വന്നു. കുറച്ച് നേരങ്ങൾക്ക് ശേഷം നമ്മൾ കടിക്കാനും കുടിക്കാനും കുറിക്കാനുമുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ കടകളിലേക്ക് വന്നു. ഒരു അങ്കിൾ എനിക്ക് പുറത്ത് ചക്ക തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൽ അമ്മ
അമ്മയ്ക്ക് ഒരു കഷ്ണം കൊടുത്തു. പക്ഷെ അത് കൊള്ളായിരുന്നു കേട്ടോ, അത് മധുരം ഉണ്ടായിരുന്നു. 3 വലിയ പുറത്തച്ചക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 3 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ അതും വാങ്ങിച്ച് പിന്നെ ബസ്സിൽ നമ്മൾ കയറി, എല്ലാവരും കയറി. പിന്നെ നമ്മൾ ബസ് എടുക്കാനായിട്ട് പോവുകയാണ്. ഗൈസ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നി കേട്ടോ. അതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വീട് വാങ്ങിച്ച് അവിടെ താമസിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം തോന്നി. നമുക്കിപ്പോൾ മീൻ പിടിക്കണമെന്ന് മനസ്സിലൊരാഗ്രഹം തോന്നി. ഒരു ചൂണ്ടയും കൊണ്ട് നേരെ മുറ്റത്തിറങ്ങിയ പോരെ ബസ്സിൽ നല്ല ചക്കവറ്റിലിട്ട് കേട്ടോ. പിന്നെ അതും കുറച്ചുകൊണ്ട് കുറേ നേരം അവിടെ ഇരുന്നു. അപ്പോഴേക്കും എൻ്റെ അമ്മ ഡാൻസ് കളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വളരെ വിജയകരമായി 2ാമത്തെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഗൈസ്. ഈ സൗണ്ട് ഉണ്ടാക്കുന്ന കിളിയിൽ ഇത് എൻ്റെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പച്ച കളർ കിളിയായിരുന്നു എൻ്റെ വീട്ടിലുണ്ടായിരുന്നത്. അത് കൈ കൊട്ടുന്ന സമയത്ത് അതിങ്ങനെ സൗണ്ട് ഉണ്ടാക്കും. ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു. നമ്മുടെ 2ാമത്തെ സ്ഥലം എല്ലാവർക്കും കണ്ടപ്പോൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ പത്മനാഭപുരം കൊട്ടാരം, പത്മനാഭസ്വാമി ക്ഷേത്രം എന്നാണ് ഇപ്പോഴും എൻ്റെ വായിൽ വരുന്നത്. ഈ പത്മനാഭപുരം കൊട്ടാരത്തിൽ ഈ പ്രാവശ്യം കൂടെ ചേർത്ത് ഞാനിത് 3ാമത്തെ വട്ടമാണ് വരുന്നത്. ഞാനിവിടെ ഫസ്റ്റ് വരുന്നത് ഞങ്ങളുടെ ഫാമിലി മാത്രമായിട്ട് ടൂർ പോയപ്പോഴത്തേക്കും, അപ്പോഴാണ് ഇവിടെ ഫസ്റ്റ് വരുന്നത്. 2ാമത് ഞാൻ വരുന്നത് 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ ഞാൻ സ്കൂൾ ട്രിപ്പ് പോയപ്പോഴത്തേക്കും അങ്ങനെ വന്നതാണ്. ഒന്ന് ഓരോ പ്രാവശ്യം വരുന്തോറും നമ്മൾ കാണേണ്ട സ്ഥലങ്ങൾ കുറഞ്ഞു വരുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. കാരണം ഞാൻ പണ്ട് വന്ന ടൈമിലൊക്കെ കുറേ കൂടെ സ്ഥലങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പം നമ്മൾ അങ്ങോട്ടൊന്നും അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ പത്മനാഭപുരം കൊട്ടാരത്തിൽ, എനിക്ക് തെറ്റിപ്പോകുന്നുണ്ട്. അപ്പോൾ ഈ പത്മനാഭപുരം കൊട്ടാരത്തിൽ അകത്തുള്ള കുളപ്പുര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ പണ്ടത്തെ സിനിമകളിലൊക്കെ ഒരുപാട് കുളപ്പുരകളൊക്കെ കണ്ടിട്ടില്ല, ഭയങ്കര രസമല്ലേ അത് കാണാനായിട്ട്. എനിക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ കാണണമെന്നായിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷെ അതിവിടെ അലൗഡ് അല്ല. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെ ഒരു കുഞ്ഞു വാതിലിൽ കൂടെ കാണാനും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഉണ്ടായിരുന്നു. അതും എനിക്ക് ആ വ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മുടെ നാഗവല്ലിയുടെ ഒരു മുറൈ വന്ന് പാർത്തായ ഡാൻസ് കളിച്ച സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഭാഗം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം അലൗഡ് അല്ല, മെയിനായിട്ട് അവിടെ അലൗഡ് അല്ല. പിന്നെ അവിടെ നിന്ന് കയറി ഇറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൊങ്ക്. പിന്നെ അമ്മയടുത്ത് പറഞ്ഞ് നൊങ്ക് വാങ്ങിച്ചു. അവിടെ പോയപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം അവിടെ നിന്ന് പുളി വാങ്ങണമെന്ന്. അങ്ങനെ പുളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നിറച്ച് ബുക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഷെർലക് ഹോംസൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ 5 പൈസ ഇല്ല, അതുകൊണ്ട് വാങ്ങിച്ച കാര്യം. നമുക്ക് ഇവിടെ നിന്ന് കിട്ടാത്ത സാധനമൊന്നുമല്ലല്ലോ അവിടെ ഉള്ളത്. നമുക്ക് ഇവിടെ നിന്നായിരുന്നാലും വാങ്ങാം. അവിടെ നിന്ന് കെട്ടി നമ്മൾ എന്തിനാണ് ചുമക്കുന്നത്. ഒരുപാട് കിളികളും കിളിക്കൂടുകളും ഉണ്ടായിരുന്നു. ഒന്നും വാങ്ങിച്ചില്ല. നേരെ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് എത്തി. നമ്മൾ ഈ പോകുന്നതൊക്കെ തന്നെയും ഏകദേശം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത് വന്നത് ദേവസഹായം പിള്ളയുടെ പള്ളിയിലാണ്. അവിടെ ഭയങ്കര അത്ഭുതങ്ങളൊക്കെ നടന്നിട്ടുള്ള സ്ഥലത്താണ് ഈ പള്ളി വെച്ചിരിക്കുന്നത്. അവിടെ പോയപ്പോൾ നല്ല തമിഴിൽ കുർബാന നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പള്ളിക്കകത്ത് കയറി ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച ശേഷം അവിടെ ഒരു സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും വറ്റാത്ത ഉറവയാണ്. ഇത് ഒരിക്കലും വറ്റൂല. അവിടെ നിന്നുള്ള വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശുദ്ധിയുള്ള വെള്ളം എന്നാണ് പറയുന്നത്. ഞാൻ ഈ ദേവസഹായം പള്ളിയിൽ വരുന്നതും ഐ തിങ്ക് 3ാമത്തെ 4ാമത്തെ വട്ടമാണ് ഞാനിവിടെ വരുന്നത്. അവിടെ നിന്ന് തിരിച്ച് വീണ്ടും വേറൊരു സ്ഥലത്തെത്തി. ഈ സ്ഥലം എവിടെയാണെന്ന് ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ പറയുന്നതാണ്. എല്ലാം കൂടെ ഇപ്പോൾ പറഞ്ഞ സർപ്രൈസ് പൊളിയൂല. നമ്മൾ അവിടെ എത്തിയപ്പോൾ നിറയെ പേരുണ്ടായിരുന്നു കേട്ടോ. നിറയെ ബസ്, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ചില്ലായിട്ടിരിക്കുക. ഇന്നൊക്കെ ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.